നെടുമങ്ങാട്ട് ഇന്നലെ അറസ്റ്റ് ചെയ്ത രണ്ടാനച്ഛൻ അഷ്കർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അഖില, അതിക്രൂരമായ അവരുടെ കുറ്റകൃത്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അഷ്കറിനെ പറ്റി വേറെ ചില വാർത്തകൾ ഇന്നലെ വന്നു. ഇന്നലെ ഞാൻ 24 ന്യൂസ് ചാനലിൽ അതേ സംബന്ധിച്ച് 7 മുതൽ 8 വരെ ചർച്ചയിൽ ഈ രണ്ടാനച്ഛൻ്റെ ക്രൂരതയും ആ അമ്മയുടെ ക്രൂരതയൊക്കെ നമ്മൾ വിവരിച്ച കൂട്ടത്തിൽ മെഡിക്കൽ കോളേജിൽ 2018 മുതൽ ഈ അഷ്കറിൻ്റെ ക്രൂരത കാരണം അവിടെ ചികിത്സയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞു. ആ പെൺകുട്ടി 2018 അഷ്കർ അവളെ വിവാഹം ചെയ്തതാണ്. ക്രൂരനായ അവന് ആ കുട്ടിയെ ഉപദ്രവിച്ച് അവസാനം കുട്ടിയുടെ തല ഭിത്തിയിലോട്ട് ചേർത്ത് ഇടിപ്പിച്ചു. 2018 ആ കുട്ടി അബോധാവസ്ഥയിലായി. അന്നു മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. 1 വർഷം അബോധാവസ്ഥയിൽ കിടന്നു. അതിനുശേഷം ആ കുട്ടിക്ക് അല്പം ബോധം തെളിഞ്ഞു. തലക്കേറ്റ പരുക്കും തലയിലെ ബ്ലഡ് ക്ലോട്ട് ചെയ്തതിൻ്റെ കൊണ്ട് അത് അബോധാവസ്ഥയിൽ 1 വർഷം കിടന്നു. ഇപ്പോൾ 1 വർഷം, ഇപ്പം 3ാമത്തെ വർഷമാണ് അവിടെ കിടക്കുന്നത്. ഇപ്പോൾ അതിന് അല്പം സംസാരിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ സംസാരം അത് ഓരോ വാക്കുകൾ എണ്ണി പറയുന്നു. എന്നാലും വികലമായ സംസാരം തന്നെയാണ്. എങ്കിലും നമുക്ക് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. ആ കുട്ടിക്ക് സംസാരിക്കാൻ മേല മെഡിക്കൽ കോളേജിൽ നിന്ന് റിലേ ആയിട്ട് 24-നകത്ത് കൂടെ കേട്ടതാണ്. എൻ്റെ ഒപ്പം ആ കുട്ടി സംസാരിച്ചു. അതിദാരുണമായ ഒരു മർദ്ദനമായിരുന്നു അത്. 3 വർഷമായിട്ട് ഈ നെടുമങ്ങാട്ടെ ഈ ക്രൂരത്വം ചെയ്ത അഷ്കറിനെ, അയാളുടെ ആദ്യ ഭാര്യയാണിത്. 18 വയസ്സിലാണ് ആ കുട്ടിയെ ഇയാൾ വളച്ചെടുത്തത്. അതിനുശേഷം ആ കുട്ടിയെ ഉപദ്രവിച്ച് ഈ പരുവത്തിലാക്കി. കുട്ടിയുടെ അമ്മ ഒരു കാര്യം ഇന്നലെ വെളിപ്പെടുത്തി. അതിനകത്ത് അമ്മ ഷബീല പറയണത് ആ കുട്ടിയുടെ സഹോദരനും അന്ന് മരണപ്പെട്ടു പോയി. അവരുടെ ഇളയ മകൻ വെള്ളത്തിൽ കിടന്നാണ് മരിച്ചത്. അതും അവർക്കിപ്പോൾ സംശയമാണ്. അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് വന്ന് പോലീസ് എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ ദയവായി പോലീസ് തീർച്ചയായിട്ടും ഈ കേസ് എടുക്കണം. അറ്റംപ്റ്റ് ടു മർഡറാണ്. ആ കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. 2018 മുതൽ അബോധാവസ്ഥയിൽ 1 വർഷം കിടന്നു. വീണ്ടും ഇപ്പോൾ അല്പം ബോധം വീണിട്ടുണ്ട്. എന്തായാലും അവരുടെ മൊഴി എടുക്കണം. അവർ വിക്കി ആണെങ്കിലും മൊഴി പറയും. അത് സർട്ടിഫൈ ചെയ്താൽ മതി. അതിനൊരു എക്സ്പെർട്ട് കൂടെ അടുത്തിരുന്നാൽ മതി. വേണമെങ്കിൽ അടിയന്തരമായിട്ട് അറ്റംപ്റ്റ് ടു മർഡറിന് ആ കേസ് എടുക്കണം, ആ കുട്ടിയെ ഉപദ്രവിച്ചതിന്. അതുപോലെ തന്നെ മറ്റൊരു കേസ് കൂടി എടുക്കേണ്ടി വരും. ആ കുട്ടിയുടെ ബ്രദർ വെള്ളത്തിൽ വീണു മരിച്ചു എന്ന് ആ കുട്ടിയുടെ അമ്മ ഇന്നലെ പറയുകയുണ്ടായി. അത് 2ാമത്തെ കേസ് എടുക്കണം. ഇങ്ങനെയുള്ളവന്മാരെയൊന്നും സമൂഹത്തിൽ ആവശ്യമില്ല. ഏതായാലും എനിക്ക് പറയാൻ പാടില്ലെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്ത സമയം ആ ക്രൂരനെ ജനക്കൂട്ടം വളഞ്ഞു. പോലീസിനെ വെട്ടിച്ച് ഒരാൾ 2 ഇടിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നി. അങ്ങനെ ചെയ്യാൻ പാടില്ല. എങ്കിലും ആ വ്രണപ്പെടുത്തിയത്, അതിനെ ക്രൂരമായ രീതിയിൽ പെരുമാറിയതിനൊക്കെ ഒരു ശിക്ഷ അവന് കൊടുക്കണമെന്ന് നാട്ടുകാർക്ക് തോന്നി. പോലീസിനെ വെട്ടിച്ച് ഒരാൾ അവനെ കയറി ഇടിക്കുന്നത് ഞാൻ കണ്ടു. നമുക്ക് ഇപ്പം മെഡിക്കൽ കോളേജിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ മൊഴി പകർത്തി പോലീസ് അടിയന്തരമായിട്ട് മെഡിക്കൽ കോളേജ് പോലീസ് ആ മൊഴി പകർത്തി കേസെടുക്കണം. എന്നിട്ട് എവിടെയാണ് സംഭവം ഉണ്ടായത്, എവിടെ വെച്ചാണ് ആ മർദ്ദനം അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുക്കുകയും ചെയ്യണം. അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇത് ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് നീതി നടപ്പാക്കേണ്ടത്. പുതിയ ഗവൺമെൻറ് തീർച്ചയായിട്ടും അതിന് വഴങ്ങും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ സഹോദരനെ വെള്ളത്തിൽ വീണും മരിക്കാനിടയായ കാര്യം, ഈ കുട്ടിയെ ഭാര്യയെ ഇതുപോലെ ഉപദ്രവിക്കുന്ന ആ അഷ്കർ എന്ന് പറഞ്ഞ ആ ക്രൂരന് തീർച്ചയായിട്ടും അതിനുള്ള വൈരാഗ്യത അതിൻ്റെ ഇളയ കുട്ടി ആങ്കൊച്ചിനെയും വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്നതാണോ അതേപ്പറ്റി വീണ്ടും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവനെ തൂക്കുകയർ കൊടുക്കേണ്ടതാണ് ആ സംഭവം നോക്കുമ്പം. അതിനുള്ള അർഹതയുണ്ട്. ആ രീതിയിലേക്ക് പ്രോസിക്യൂഷൻ പോകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതോടൊപ്പം ഈ 2 കേസ് കൂടെ വേണ്ടി വരും. അതുകൊണ്ട് പോലീസ് ആ കാര്യം ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കണം. അടുത്ത 2 കേസ് കൂടെ നേരത്തെ എടുത്തിട്ടില്ലെങ്കിൽ എടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.